ഹായ്. എനിക്ക് കൂടുതലായിട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ട്, അറിയോ? അതായത് ഞാൻ എന്തിനാണ് ട്രെയിനിങ് എടുക്കുന്നത്, ട്രെയിനിങ് എടുത്തിട്ട് എന്താണ് ബെനിഫിറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻസ് സാധാരണ വരാറുണ്ട്. അതിനുള്ള കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം. കുറച്ച് ബെനിഫിറ്റുകളുണ്ട്, അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാണ്ടാവും ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ. അതായത് ആക്ച്വലി നമ്മളൊരു ട്രെയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് കിട്ടുന്നതെന്ന് വെച്ചാൽ ഒരു സ്കില്ല് ഡെവലപ്മെന്റ് ചെയ്യുന്നതാണ്, നൈപുണ്യം എന്നൊക്കെ പറയില്ല നമ്മൾ. അതുപോലെ നമുക്കൊരു ഒരു സ്കില്ല് നമ്മൾ സ്വയം ആർജിച്ചെടുക്കണം. നമ്മളൊരു സീറോ നോളജ് ആയിട്ടിരിക്കും, സീറോ സ്കില്ലുള്ള ഒരാളായിട്ടായിരിക്കും നമ്മളെ അടുത്തേക്ക് വരിക. ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ ആയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന ലെവലിൽ ഒരു സ്കില്ലായിട്ടുള്ള മാറ്റുക ചെയ്യുന്നത്. ആ സ്കില്ല് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ ഒരു ഇൻഡസ്ട്രീനെ പറ്റിയിട്ട്, പ്രത്യേകിച്ച് കാർ വാഷ് കാർ ഡീറ്റെയിലിംഗ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയുന്നു. എങ്ങനെ ചെയ്യാം, എങ്ങനെ ചെയ്യണ്ട, എന്താണ് ബെസ്റ്റ്, ഏതാണ് ബെസ്റ്റ്, എങ്ങനെ തിരഞ്ഞെടുക്കാം, കോമ്പൗണ്ട് ആയാലും സൊല്യൂഷൻസ് ആയാലും മെഷീനറി എങ്ങനെ യൂസ് ചെയ്യാം, ഏത് ടൈപ്പ് ഓഫ് മെഷീനറീസ് ആണ് നമ്മൾ ഇനീഷ്യൽ മേടിക്കേണ്ടത്, എന്താണ് 3HP, എന്താണ് 5HP, ഇത് തമ്മിൽ വ്യത്യാസം എന്തിനാണ്. എല്ലാവരും പല ടൈപ്പിലുള്ള സിംഗിൾ പഞ്ചർ പറയുന്നുണ്ട്, ട്രിപ്ലക്സ് പഞ്ചർ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും, പല ഡൗട്ട്സ് ഉണ്ടാവും പുതിയ ഷോപ്പ് തുടങ്ങുന്ന ആൾക്കാർക്ക്. ഇനി ഒരു ബിസിനസ് അല്ലാതെ ഒരു കരിയർ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു ജോബിന് ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ, അവനക്കൊരു സ്കില്ല് അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് പോയി ജോബ് ചെയ്യാനാണെങ്കിൽ, അവന് അറിവുള്ള ഒരു ആളാണെന്ന് പറയുകയാണെങ്കിൽ, ഒരു സ്കില്ലുള്ള ആളെന്ന് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു ബഹുമാനം, അവന് കിട്ടുന്നുള്ളൊരു ജോലിയുടെ ആ ഇനീഷ്യൽ ലെവലിൽ തന്നെ അവർക്ക് കിട്ടുന്നൊരു സാലറി തന്നെ വ്യത്യാസമുണ്ട്. ഇതാണ് ആദ്യത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത്. അതായത് നിങ്ങൾക്ക് സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റിയാണ്, ആ ഒരു ബെനിഫിറ്റ് ആണ് ഞാൻ പറയുന്നത്. സെക്കൻഡ്, ഒരു ട്രെയിനിങ് എടുക്കുന്നതിന് കൂടെ നിങ്ങൾക്കൊരു സർട്ടിഫിക്കറ്റ് അവിടുന്ന് കിട്ടും. ആ സർട്ടിഫിക്കറ്റ് നിങ്ങളെ സർട്ടിഫൈഡ് ആക്കണം. എന്തുകൊണ്ട്? നിങ്ങളൊരു ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു കാർ ഡീറ്റെയിലിംഗ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് അറിവുള്ള ഒരാളാണ്, ആ പർട്ടിക്കുലർ കാര്യങ്ങളെ അറിഞ്ഞ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതിലൊരു ഒരാൾക്ക് ജോബിനായിട്ട് എടുക്കുമ്പോഴാണെങ്കിലും അവിടെ ഒരു അവസരത്തിന് വേണ്ടി നമ്മൾ പോവുകയാണെങ്കിലും നമുക്ക് ഈസിയാണ്. ഞാൻ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് തെറ്റുകൾ അധികം സംഭവിക്കില്ല. ആരെക്കാട്ടും ഒരു സീറോ നോളജിലായിട്ടും ഇതിനെപ്പറ്റി ഒരു നോളജ് ഉള്ള ഒരു പേഴ്സൺ ആണെന്നുള്ള നിലക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നൊരു സർട്ടിഫൈഡ് കമ്പനി അല്ലെങ്കിൽ സർട്ടിഫൈഡ് ഇൻസ്റ്റാളർ, ഡീറ്റെയിലർ എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ വാല്യൂ കൂടുതലാണ്. അപ്പൊ അത് നിങ്ങളെ മൂന്നാമതായിട്ട് പറയുന്ന കരിയർ ഗ്രോത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. ഈ കരിയർ ഗ്രോത്ത് രണ്ടു പേരിലേക്കും ഉണ്ടാവും. അതായത് ഒരു ജോബ് നോക്കുന്ന ഒരാളായാലും, ഒരു നമ്മളൊരു ബിസിനസ് ഡെവലപ്പ് ചെയ്ത ആളായാലും, ഡെവലപ്പ് ചെയ്യാൻ പുതിയത് ചെയ്യാൻ പോകുന്ന ഒരാളായാലും അവർക്ക് ഒരു കരിയർ ഗ്രോത്ത്, അതായത് ബിസിനസ് ഗ്രോത്ത് അതിലുണ്ടാവും. അതായത് അറിഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ പല തെറ്റുകളിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ഇത്രയും കാലത്തിന്റെ ഒരു 10 വർഷത്തിന്റെ ഒരു എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്ത് വരുമ്പോൾ പല തെറ്റുകളും ഈസി ചെയ്യാൻ പറ്റും. ഒരു 3, 4, 5 വർഷം സേവ് ചെയ്യാൻ പറ്റും മറ്റുള്ള കാര്യങ്ങൾ. ഒരു പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ സീറോ നോളജിൽ തുടങ്ങുന്നതിനേക്കാളും ഒരു 3, 4, 5 വർഷത്തെ എക്സ്പീരിയൻസ് കിട്ടിയ പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അതാണ് അവിടെ കരിയർ ഗ്രോത്തിൽ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് ലെവൽ ഓഫ് ബേസിക് നോളജ്, മെത്തേഡ്സ് എല്ലാം കറക്റ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ആ ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ കരിയർ ഗ്രോത്ത് ചെയ്യാൻ പറ്റും. ഇനിയൊരു ജോബ് ചെയ്യുന്ന ഒരാളായിക്കോട്ടെ, സ്റ്റാഫ് ലെവലിൽ നിൽക്കുന്ന ഒരാളായിക്കോട്ടെ, അത് ട്രെയിനിങ്ങിന് വന്നു, അയാൾ കാര്യങ്ങൾ പഠിച്ചു, അപ്പൊ അയാൾക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റും. ഞാൻ ഇനി ജോബിലായിട്ട് തുടരണ്ടേ, എനിക്കൊരു പുതിയ ബിസിനസ് തുടങ്ങണോ വേണ്ടോ എന്നുള്ളതൊക്കെ ഈ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് അവർക്ക് ക്ലാസ്സിൽ നിന്ന് കിട്ടാൻ പറ്റും. പിന്നെ മെയിനായിട്ട് പറയാന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഒരു ജോബ് എടുത്തു കഴിഞ്ഞു, പിന്നെ ഒരു സാലറി ഇൻക്രിമെന്റ് കൂടാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതായത് സാലറി ഇൻക്രിമെന്റ് ആയാലും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞാലും പ്രോഫിറ്റ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതായത് ഒരു സാധാ നടക്കുന്ന ഒരു കാർ വാഷ് മാത്രമായിട്ട് ഇൻഡസ്ട്രി തുടങ്ങുന്ന ഒരാൾ, അതായത് കാർ ഡീറ്റെയിലിംഗിലേക്ക് വരുന്നു. അവിടെ സെറാമിക് കോട്ടിംഗ്, ഗ്രഫൈൻ കോട്ടിംഗ്, ബ്രഫൈൻ കോട്ടിംഗ്, പിന്നെ PPF, റാപ്പിംഗ്, ഇൻസ്റ്റാളേഷൻ, വിൻഡോ ഫില്ലിംഗ്, ഇതെല്ലാം പഠിച്ച് അതിന്റെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ആദ്യത്തെ ഒരു പ്രോഫിറ്റിൽ നിന്ന് വേറൊരു പ്രോഫിറ്റ് ലെവലിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ആളുകൾ കൂടുതൽ വരാൻ സാധ്യത കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് മൈൻഡിൽ വരുന്ന ട്രെയിനിങ് ചെയ്യുന്ന ഒരാൾക്കാരാണെങ്കിലും, ജോബിന് വേണ്ടി ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അവൻ അഡ്വാൻസ് ലെവലിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ തന്നെ ഒരു കരിയർ ഡെവലപ്മെന്റ് കൂടെ തന്നെ അവന്റെ സാലറി ഇൻക്രിമെന്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതന്നെ ഒരു വലിയ കാര്യമാണ് നമുക്ക്. അതായത് ഒരു സ്കില്ല് ഡെവലപ്മെന്റ് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എല്ലാ ഒരു ജോബിന്റെ ഒരു സാലറിയിൽ നിന്ന് അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. ബിസിനസ്സിലായാലും ഒരു ജോബിന്റെ കേസിലായാലും അപ്സ്കെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ മെയിനായിട്ട് നമുക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ നമുക്ക് മെയിനായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമുക്കൊരു പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാൻ പറ്റുക. കസ്റ്റമർ എന്താണോ പറഞ്ഞത് ആ കസ്റ്റമർ പറഞ്ഞ രീതിയിൽ അതിന്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ടിൽ നമുക്ക് നമ്മുടെ വാഹനത്തെ അവർക്ക് ഡീറ്റെയിൽ ചെയ്ത് കൊടുക്കാൻ പറ്റും. അതൊരു സ്ഥാപനത്തിന്റെ ഓണറെ സംബന്ധിച്ചിടത്തോളം അവർ പഠിക്കുകയാണെങ്കിൽ എന്താണ് കറക്റ്റ് അതിന്റെ ഔട്ട്പുട്ട്, എന്ത് ചെയ്യാൻ പാടില്ല, എങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയാസ് കിട്ടും. അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് അവിടെ അറിയാത്ത സ്ഥാപനത്തിൽ അറിയാത്ത ഒരാളുണ്ടെങ്കിൽ അവൻ ചെയ്യുന്നത് റോങ് മെത്തേഡ് ആണെങ്കിൽ ആസ് എ ഓണർ എന്നുള്ള രീതിയിൽ കറക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഇത് ഇങ്ങനെയല്ല ചെയ്യുന്നത്, ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൽ തെറ്റുണ്ട്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയും. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും സ്ഥാപനത്തിന്റെ ഓണറിന് കുറച്ച് വിവരമുണ്ട്, അതുകൊണ്ട് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഇത് പറയണതൊന്നും കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പുറത്താക്കും. അപ്പൊ അവരും വളരാൻ സാധ്യത കൂടുതലാണ്. നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ ഒരു 5 ലിറ്റർ ഇതുപോലെ എന്തെങ്കിലും സൊല്യൂഷൻസ് മേടിച്ചിട്ടുണ്ടാവും. ഉദാഹരണം പറയുക ഒരു ഡിഗ്രീസർ, ആ ഡിഗ്രീസർ മേടിച്ചിട്ടുണ്ടാവും. ഇതിന്റെ പേര് നിങ്ങൾക്ക് ചിലപ്പോൾ ഇനീഷ്യൽ അറിയില്ല, എന്തിനാ യൂസ് ചെയ്യണം എന്താണെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഒരു APD അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടാവും. ഇനീഷ്യൽ സമയത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് കഴിഞ്ഞിട്ട് ഒരു എക്സിക്യൂട്ടീവ് പോലത്തെ ആൾക്കാരൊക്കെ വന്നു കഴിഞ്ഞാൽ സാർ ഇതിന്റെ പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു 10 ലിറ്റർ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് വെച്ചിട്ടുണ്ടാവും. സാമ്പിളൊക്കെ കാണിച്ചപ്പോൾ സൂപ്പർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, അത് വെച്ചോ എന്ന് പറഞ്ഞു. ആക്ച്വലി നിങ്ങൾ അത് മേടിച്ച് വെച്ച വിവരം നിങ്ങൾക്കറിയില്ല, മേടിച്ച് ഇവിടെ ഉള്ളത് വിവരം അറിയില്ല. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു നോളജ് ഇല്ല. പിന്നെ അത് എത്ര ഡൈലൂഷനിൽ കൊടുക്കണം, അതെങ്ങനെ കൊടുക്കണം എന്നുള്ളൊരു ഐഡിയാസ് നിങ്ങൾക്ക് കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഔട്ട്പുട്ടിലേക്ക് പോകുമ്പോൾ, ഈവൻ ഒരു കസ്റ്റമറിന്റെ ഔട്ട്പുട്ടിലേക്ക് പോകുമ്പോൾ, ഇപ്പോൾ ഒരു സ്റ്റാഫ് വന്നില്ല, അപ്പോൾ ആ സ്റ്റാഫ് വന്നില്ലെങ്കിൽ പിറ്റേ ദിവസം എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പോയിട്ട് ആ വർക്ക് ചെയ്തിട്ട് കസ്റ്റമർ വരുമ്പോൾ പറയാം, നമ്മൾ ഓൾറെഡി അത് ചെയ്തുകൊണ്ടിരിക്കണം, സ്റ്റാഫ് ലീവാണ്, ഞാനിന്ന് വൈകിട്ട് അല്ലെങ്കിൽ നാളേക്ക് വണ്ടി തരാം, കുഴപ്പമില്ല, ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള സമാനത്തിൽ കസ്റ്റമർക്ക് പോവാം. നേരെ മറിച്ചിട്ട് ആ സ്റ്റാഫ് ഇല്ല, ആ വണ്ടി വെറുതെ കിടക്കണം. അപ്പൊ എന്താ ഫീൽ ചെയ്യാം, ആക്ച്വലി ഇത് പണ്ടത്തെ പോലെ തന്നെ, പഴയ സ്ഥാപനങ്ങളെ പോലെ തന്നെയാണ്, സ്റ്റാഫില്ല, സ്റ്റാഫിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ലെവലിൽ നിന്ന് മാറിക്കിട്ടും. പിന്നെ നമ്മൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാല് കസ്റ്റമറുടെ മൈൻഡ്സിൽ കോൺഫിഡന്റ് വരിക, അതുപോലെ ട്രസ്റ്റ് കൂടും. അവര് വർക്ക് അറിയുന്ന ആൾക്കാരാണല്ലേ, അതുകൊണ്ട് എന്തായാലും സമാധാനം ഉണ്ടാവും അവർക്ക്, ഒരു വാഹനം തന്ന് പോകുമ്പോൾ കിട്ടുന്നു. പിന്നെ ഇതൊക്കെ പറഞ്ഞാണ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മളൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ എടുക്കുമ്പോൾ നമ്മളൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ കാണുന്ന ഒരു ഭംഗിയുണ്ട്, ആ വണ്ടി കൊടുക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഉള്ളിൽ കിട്ടുന്ന ഒരു മനസ്സുഖമുണ്ട്. അതായത് അതിന്റെ ബ്യൂട്ടി, അതിന്റെ എൻഹാൻസ്മെന്റ്, അതിന്റെ ഗ്ലോസി, അതിന്റെ ഹൈഡ്രോഫോബിക്, ഏത് വർക്കാണ്. ഞാൻ കാർ വാഷ് ഡീറ്റെയിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു വെച്ചാൽ അതിന്റെ ഇടയിൽ PPF ചെയ്താലും റാപ്പിംഗ് ചെയ്താലും അതിന്റെ ബിഫോറിൽ നിന്ന് ആഫ്റ്ററിലേക്ക് ട്രാൻസ്ഫോർമേഷൻ ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന, കാണുന്ന സമയത്ത് ഡെലിവറി ചെയ്യുന്ന കിട്ടുന്ന ഒരു പേഴ്സണൽ സന്തോഷമുണ്ട്. അത് ഒരിക്കലും നമുക്ക് പറഞ്ഞു വയ്ക്കാൻ പറ്റില്ല. ഇത് ഉണ്ടാവാൻ കാരണം എന്താണ്, നമ്മളത് കറക്റ്റ് ചെയ്തുകൊണ്ടാണ്, ആ ഫുൾഫില്ലായിട്ട് നമ്മൾ അറിഞ്ഞ് ചെയ്തുകൊണ്ട് കിട്ടിയത് സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും വലിയ കാര്യം പേഴ്സണലായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവാന്നുള്ളതാണ്. അത് നമുക്ക് ഈ ഒരു കോഴ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. ആക്ച്വലി ഒരു ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പോൾ ഓക്കെ, നമുക്ക് എല്ലാ മാസത്തിലും നമുക്ക് എന്തുണ്ട് ട്രെയിനിങ് കേരളത്തിലും ബാംഗ്ലൂരും നടക്കുന്നുണ്ട്. കാർ വാഷ്, കാർ ഡീറ്റെയിലിങ്ങിന്റെ ബേസിക് അഡ്വാൻസ് കോഴ്സ് ഉണ്ട്, പോളിഷിങ്, സെറാമിക് കോട്ടിങ്, PPF ഫിലിം, റാപ്പിംഗ്, ഡ്രൈ സാൻഡിങ്, സ്ട്രൈ പെയിന്റിങ്, വിൻഡോ ഫിലിം, ഇതുപോലെയുള്ള കോഴ്സുകളെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് വളരെ സൂപ്പറായിട്ട് നിങ്ങൾക്കത് 100% അത് മനസ്സിലായി ഒറ്റയ്ക്ക് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ കോഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ എന്റെ നമ്പർ അടിയിലുണ്ട്. അതല്ല പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 1-to-1 ആയിട്ട് നമുക്ക് കൺസൾട്ട് ചെയ്യാം. പുതിയൊരു ഷോപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ അതിന് വേണം, എങ്ങനെ ചെയ്യണം എന്നൊരു കൺസൾട്ടേഷൻ ഒക്കെ വേണമെങ്കിൽ 1-to-1 ഞാൻ മീറ്റിംഗ് നിങ്ങൾക്ക് തരാം. പേഴ്സണൽ നമ്പറിൽ ഒന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ഞാനൊരു സൂം ലിങ്ക് തന്നിട്ട് നമുക്ക് പേഴ്സണലായിട്ട് സംസാരിക്കാം. ഓക്കെ, കാരണം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. താങ്ക് യു.